ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മക്രോണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്ന് ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് 2-3 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ഉണ്ട് കേട്ടോ, എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം വെച്ചിട്ട് ആ മക്രോണി അതിലിട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിച്ചത്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല. അപ്പോൾ അതങ്ങനെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ഞാനൊരു ചെറിയ ചെമ്പാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതൊന്നങ്ങോട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് സവാള കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതൊന്നിങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണ്. ഈ സവാള വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊന്ന് വാടി വന്നിട്ട് നമ്മൾ തക്കാളി ഉണ്ടല്ലോ കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഒക്കെ 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ചേർക്കാൻ പോണത് കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ കോഴിമുട്ടയ്ക്ക് പകരം ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ മക്രോണി വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ സൂപ്പർ ടേസ്റ്റിൽ മക്രോണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം. ബായ്.